ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിഷു ദിവസം പുലർച്ചെ തന്നെ വിശ്വനാഥൻ്റെ ആത്മാവിനെ കൺമുന്നിൽ കണ്ട് ഭയന്ന് വിറയ്ക്കുന്നുണ്ട് പ്രതാപൻ്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ മുത്തശ്ശി കാര്യങ്ങളെല്ലാം പ്രതാപനിൽ നിന്നും അറിയുമ്പോൾ വിശ്വനാഥൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ആ മുറിയിലുണ്ടെന്ന് പേടിച്ച് പ്രതാപനെ ഒറ്റയ്ക്കാക്കി അവിടെ നിന്നും പോകുന്നു. പിന്നീട് സാഗരം മഞ്ജുവും വിഷു ആഘോഷിക്കാനായിട്ട് അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്നുണ്ട്. അമ്മയെ കാണാനായിട്ട് അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങുന്ന മഹിയെ മഞ്ജു അതിസുന്ദരിയായിട്ട് ഒരുക്കുകയും തുടർന്ന് അവർ ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നീട് മഹിക്കൊപ്പം മോഹിനി മഞ്ജുവിനും വിഷു കൈനീട്ടം കൊടുക്കുന്നുണ്ട്. തുടർന്ന് വിഷുവായിട്ട് കരുണയുടെ അച്ഛൻ ഒരാത്മാവിനെ കണ്ട് പേടിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ അത് ആരുടെ ആത്മാവാണെന്ന് മഞ്ജു ചോദിക്കുമ്പോൾ അത് മഞ്ജുവിൻ്റെ അച്ഛൻ്റെ ആത്മാവാണെന്ന് എങ്ങനെ പറയുമെന്ന് ചിന്തിച്ചുകൊണ്ട് അത് ആരുടെ ആത്മാവാണെന്ന് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. പിന്നീട് കരുണ അമ്പലത്തിലേക്ക് പോകാനായിട്ട് കണ്ണൻ വാങ്ങി കൊടുത്ത സെറ്റ് സാരിയും നെക്ലസും എല്ലാം അണിയുന്നു. ഇതേ സമയം അവിടേക്ക് വരുന്ന ഉണ്ണിയോട്, എങ്ങനെയുണ്ട് ഉണ്ണിയേട്ട, ഈ സാരിയും നെക്ലസും ഒക്കെ എനിക്ക് നന്നായിട്ട് ചേരുന്നില്ലേ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത്രയും സന്തോഷിച്ച ദിവസങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. പറയാതിരിക്കാൻ വയ്യ, കണ്ണേട്ടൻ്റെ സെലക്ഷൻ സൂപ്പറായിട്ടുണ്ടെന്നെല്ലാം കരുണ പറയുമ്പോൾ, ചിരിച്ചോ, നീ ആവശ്യത്തിന് ചിരിച്ചോ, ചിലപ്പോൾ അതിൻ്റെ ഇരട്ടി വിഷമിക്കേണ്ടിയും കരയേണ്ടിയും വരും. ഇന്ന് വൈകുന്നേരത്തോടെ ഞാൻ എല്ലാം നിൻ്റെ മുൻപിൽ തെളിയിക്കും എന്നെല്ലാം പറയുമ്പോൾ, നിങ്ങൾക്ക് അസൂയയാണെന്നും നിങ്ങൾക്ക് കഴിയാത്തത് മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ടുള്ള അസൂയയാണെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ കരുണ അവിടെ നിന്നും പോകുന്നു. തുടർന്ന് അവരുടെ നാടകം ഇന്നത്തോടെ എല്ലാവരുടെയും മുന്നിൽ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കണം. അതിന് അയാൾ ഇവിടെ നിന്നും ഇറങ്ങുന്നതിൻ്റെ പുറകെ പോകണം, എന്നിട്ട് സത്യം കണ്ടെത്തണമെന്നെല്ലാം മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി. പിന്നീട് കാണിക്കുന്നത് ദുർഗയും അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കണ്ണനെ ഏതെല്ലാം രീതിയിൽ സന്തോഷിപ്പിക്കാമോ അതിനുവേണ്ടി മത്സരിക്കുകയാണ് ദുർഗയും കരുണയും. പിന്നീട് കണ്ണൻ വന്നിട്ട് കരുണയ്ക്ക് ആ നെക്ലസും സാരിയൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ടെന്നെല്ലാം പറയുമ്പോൾ, എന്നാലും എത്ര പൈസയാണ് കണ്ണേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി പൊടിച്ചു കളഞ്ഞതെന്ന് കരുണ പറയുമ്പോൾ, ഇവൻ്റെ കാര്യം അങ്ങനെയാണെന്നും സ്നേഹം കൂടിയാൽ എന്തും ചെയ്യും, ഇവൻ്റെ ആ ദൗർബല്യമല്ലേ അവൾ മുതലെടുത്തത്, സ്നേഹം അഭിനയിച്ച് ഇവൻ്റെ പകുതി സ്വത്തുക്കളും കൈക്കലാക്കി, ഇപ്പോഴെങ്കിലും ഇവന് നല്ല ബുദ്ധി തോന്നിയല്ലോ എന്നെല്ലാം ദുർഗ പറയുമ്പോൾ, എല്ലാത്തിനും ഒരവസാനം ഉണ്ടാക്കണ്ടേ കണ്ണേട്ടാ, അവർ കണ്ണേട്ടനോട് ചെയ്തതിനൊക്കെ നമുക്ക് പ്രതികാരം ചെയ്യണ്ടേ എന്നെല്ലാം ഉണ്ണി ഇങ്ങനെ ഉള്ളിൽ സംശയം വെച്ചിട്ടുള്ളതെന്ന പോലെ പറയുന്നത് കേട്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ കണ്ണൻ. അതൊക്കെ നീ എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോ, ഞാൻ കൂടെ ഉണ്ടെന്നും മാത്രം ഉണ്ണിയെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. എന്നാലും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരായിരിക്കും? ആ അനന്തുവിൻ്റെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ നമ്മളെ തേടി നടക്കുന്നവനെ കാണാൻ പറ്റും എന്നെല്ലാം ദുർഗ പറയുമ്പോൾ, അതറിഞ്ഞിട്ട് എന്തിനാണെന്നും എന്നെ വഞ്ചിച്ചു പോയവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ കരുണയും ദുർഗയും ഉണ്ണിയും അമ്പലത്തിലേക്ക് പോയതിൻ്റെ പുറകെ തന്നെ കണ്ണനും അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയാവുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിലെത്തുന്ന ദുർഗയും ഉണ്ണിയും കരുണയും അവിടെ വെച്ച് മഞ്ജുവിനെയും മഹിയെയും കാണുന്നുണ്ട്. കരുണയ്ക്കാണെങ്കിൽ കണ്ണൻ വാങ്ങിക്കൊടുത്ത ആ നെക്ലസും സെറ്റ് സാരിയും എല്ലാം മഹിയെയും മഞ്ജുവിനെയും ഒന്ന് കാണിച്ച് ഷൈൻ ചെയ്യാമല്ലോ എന്നുള്ള ഒരു സന്തോഷമാണുള്ളത്. തുടർന്ന് ദുർഗ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇവളെ കാണാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ മോനെ വഞ്ചിച്ചിട്ട് പോയ ഇവളുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് വേണ്ടത്. ഇത് ക്ഷേത്രമുറ്റായതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഏതായാലും നീ പോയതുകൊണ്ട് എനിക്ക് എൻ്റെ മോനെ തിരിച്ചു കിട്ടിയെന്നെല്ലാം ദുർഗ പറയുമ്പോൾ മഞ്ജുവും മഹിയും ദുർഗയ്ക്ക് നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന്, ആരാടി നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ? നിനക്ക് എങ്ങനെ തോന്നിയടി എൻ്റെ കുഞ്ഞിനെ വഞ്ചിക്കാൻ? ജീവൻ തന്നല്ലേ എൻ്റെ മോൻ നിന്നെ സ്നേഹിച്ചത്, എന്നിട്ട് അവൻ്റെ പാതി സ്വത്തുക്കളും നീ കൈക്കലാക്കി എന്നെല്ലാം ദുർഗ വീണ്ടും പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുമ്പോൾ, ഇതിനൊക്കെയുള്ള മറുപടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം ഞാൻ തന്നിരിക്കുമെന്ന് മാത്രം പറയുന്നുണ്ട് കേട്ടോ മഹി. ഇതേ സമയം ഇവരുടെ അഭിനയം കൊള്ളാം. ഇവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ഇന്നത്തോടെ കണ്ടുപിടിക്കണം. ചിലപ്പോൾ അമ്മാവൻ പറഞ്ഞതുപോലെ അത് അയാൾ തന്നെയായിരിക്കും. എന്തായാലും ഇന്നത്തോടെ എല്ലാം കണ്ടുപിടിക്കണം എന്ന് തന്നെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി ഇതേ സമയം. തുടർന്ന് കരുണയും മഹിയെയും മഞ്ജുവിനെയും നല്ല രീതിയിൽ തന്നെ അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ അതിനൊക്കെ ചുട്ട മറുപടി തന്നെ മഹിയും മഞ്ജുവും കരുണയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ക്ഷമ നശിച്ച് പ്രതാപനാണ് ഇവളുടെ അച്ഛനാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെയും മഞ്ജുവിൻ്റെയും ഉണ്ണിയുടെയും കണ്ണേട്ടൻ്റെയും ഒക്കെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നത് എന്നുള്ളൊരു സത്യവും ഇതേ സമയം മഹി തുറന്നടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ സത്യം തേടി അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്ന ഉണ്ണിക്ക്
കണക്കിന് തന്നെ കൊടുത്തു വിടുന്നുണ്ട് മാർക്കോ. അങ്ങനെ മേഘനെ പോലെ തന്നെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടും ഒന്നും ആരോടും പറയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ പെട്ടുപോവാണ് ഉണ്ണി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്